ആധുനിക ലോകത്ത് ഭാരതം രാമരാജദർശനങ്ങളോടെ തിളങ്ങി നിൽക്കുമെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. അയോധ്യയിൽ ശ്രീരാമയന്ത്ര പ്രതിഷ്ഠാ ചടങ്ങിന് ശേഷം പൊതുപരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു രാഷ്ട്രപതി. സനാതനധർമ്മത്തിന്റെ പുത്തൻ സൂര്യോദയമാണ് അയോധ്യയിലെ രാമക്ഷേത്രമെന്നും രാജ്യമാണ് പ്രധാനം എന്നാണ് ആശ്രമത്തിലെ കുട്ടികളെ പഠിപ്പിക്കുന്നത് എന്നും സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമയി ദേവി പറഞ്ഞു. രാമക്ഷേത്ര നിർമ്മാണത്തിന്റെ ഭാഗമായ തൊഴിലാളികളെ ചടങ്ങിൽ ആദരിച്ചു. ജന്മഭൂമി സ്വർഗത്തേക്കാൾ മഹത്തരമെന്ന ദർശനമാണ് ശ്രീരാമൻ നൽകിയതെന്ന് രാമജന്മഭൂമിയിൽ ക്ഷേത്രത്തിലെ രാമയന്ത്ര പ്രതിഷ്ഠാ ചടങ്ങിന് ശേഷമുള്ള പൊതുപരിപാടിയിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു പറഞ്ഞു. വനവാസത്തിന് ശേഷം ശ്രീരാമൻ അയോധ്യയിലേക്ക് മടങ്ങുന്നതിൻ്റെ രേഖാചിത്രം ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയതും രാഷ്ട്രപതി ചൂണ്ടിക്കാട്ടി. രാമക്ഷേത്രത്തിൻ്റെ ഭൂമിപൂജ മുതൽ രാമയന്ത്ര പ്രതിഷ്ഠ വരെയുള്ള ചടങ്ങുകൾ ഇതിഹാസമാണെന്നും ആധുനിക ലോകത്ത് ഭാരതം രാമരാജ്യ ദർശനങ്ങളോടെ തിളങ്ങി നിൽക്കുമെന്നും രാഷ്ട്രപതി പറഞ്ഞു. स्वयं प्रभु श्री राम ने अपनी इस जन्मभूमि को स्वर्ग से भी श्रेष्ठ बताया था. जननी जन्मभूमिश्च स्वर्गादपि गरीयसी. ചടങ്ങിൽ സംസാരിക്കാൻ എഴുന്നേറ്റ സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമയി ദേവിയെ ജയ് ശ്രീറാം വിളികളോടെയാണ് സദസ്സ് വരവേറ്റത്. സനാതനധർമ്മത്തിൻ്റെ പുത്തൻ സൂര്യോദയമാണ് അയോധ്യയിലെ രാമക്ഷേത്രമെന്ന് അമ്മ പറഞ്ഞു. എല്ലാത്തിനെയും ഉൾക്കൊള്ളുന്ന മഹത്തായ ദർശനമാണ് ഭാരതത്തിൻ്റെ സംസ്കാരം. രാജ്യമാണ് പ്രധാനമെന്ന് ആശ്രമത്തിലെ കുട്ടികൾക്ക് പറഞ്ഞു നൽകുന്നതായും ഭാരതത്തിൻ്റെ സാംസ്കാരിക മൂല്യങ്ങൾ പുതിയ തലമുറയുടെ മനസ്സിലും വളർത്തിയെടുക്കണമെന്നും അമ്മ പറഞ്ഞു. സനാതനത്തിൻ്റെ ഒരു പുത്തൻ സൂര്യോദയത്തിൻ്റെ പ്രതീകമാണ് ഈ അയോധ്യയിലെ മഹാക്ഷേത്രം എന്ന് പറയും. സാധാരണ നമ്മൾ മഹാക്ഷേത്രം നൂറ്റാണ്ടുകളുടെ പ്രാർത്ഥന കൊണ്ടും ത്യാഗപൂർണമായ പ്രയത്നം കൊണ്ടും വർഷക്കരിച്ചാണ് ഈ ക്ഷേത്രം. അപ്പം ഈ മഹായജ്ഞത്തിൽ പങ്കെടുത്ത നിസ്വാർത്ഥമായി സേവിച്ചവരെയും ജീവിതം സമർപ്പിച്ച് ബലിയർപ്പിച്ചവരെയും ത്യാഗപൂർവ്വം സേവനം അനുഷ്ഠിച്ചവരെയും ആദരപൂർവ്വം സ്മരിക്കാനുള്ള അവസരം കൂടിയാണ് ഇത്. പുതുതലമുറയെക്കുറിച്ചുള്ള അമ്മയുടെ വാക്കുകൾ എടുത്തു പറഞ്ഞ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഇത് പുതിയ ഭാരതമാണെന്നും രാമരാജ്യത്തിൻ്റെ അടിസ്ഥാന ശിലയാണ് അയോധ്യ ക്ഷേത്രമെന്നും വ്യക്തമാക്കി. ഭാരതത്തിൻ്റെ വിശ്വാസങ്ങളെ നേരത്തെ അന്ധവിശ്വാസങ്ങളായി ആരോപിച്ച് അപമാനിച്ചിരുന്നു. നീണ്ട 500 വർഷത്തെ പോരാട്ടം സഫലമായെന്നും ഇന്ന് ഭാരതീയ സംസ്കൃതി തലയുയർത്തി നിൽക്കുകയാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. बहनों और भाइयों, ये नया भारत है और ये बदलता हुआ भारत भी है. अब वर्तमान पीढ़ी जिसके बारे में लोग कहते थे कि ये दिग्भ्रमित है, लेकिन वो दिग्भ्रमित नहीं है, वो सही दिशा में जा रहा है. नया वर्ष मनाता है तो मंदिरों में जाता है, किसी ऐसे टूरिस्ट डेस्टिनेशन में नहीं जाता जहां पर सनातनता के विरोध में कोई कार्य हो रहा हो. आज वो जाता है तो मंदिरों में जाता है, परिवार के साथ जाता है, और यही उसके संस्कार हैं. यहां पर अभी पूजनीय अम्मा जी ने जो बात यहां पर कही है वह अक्षरशः आज नए भारत में देखने को मिल रही है. ഗവർണർ ആനന്ദിബെൻ പട്ടേൽ, സുരേഷ് ഭയ്യാജി ജോഷി, സ്വാമി ഗോവിന്ദ ദേവ്ഗിരി മഹാരാജ് തുടങ്ങിയവരും പരിപാടിയിൽ പങ്കെടുത്തു. രാമക്ഷേത്ര നിർമ്മാണത്തിന്റെ ഭാഗമായിരുന്ന തൊഴിലാളികളും അമ്മയ്ക്കൊപ്പം കേരളത്തിൽ നിന്നെത്തിയ ഭക്തരും സന്യാസി ശ്രേഷ്ഠരും വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളും ഉൾപ്പെടെ നിരവധി പേർ പരിപാടിയുടെ ഭാഗമായി. അമൃത ന്യൂസ്, അയോധ്യ.